വേവിക്കണോ? മാറാവോ? ചേച്ചി ഇരിക്കട്ടെ, മാറി. വെള്ളം കയറുന്നുണ്ടോ നോക്കിയോ? പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെടിക്ക് വെള്ളം ഒഴിച്ചോ? മോനുകുട്ടനാന്ന്. ചെടിക്ക് വെള്ളം ഒഴിച്ചോ? അത് അടച്ചേര്, അടക്കി. വേണ്ട മോനങ്ങ് പറ. വീഡിയോ ഒന്ന് ഓഫാക്കും, ഒരു കാര്യം പറയാനുണ്ടെന്ന്. വീഡിയോക്കകത്തൂടെ അങ്ങ് പറഞ്ഞാൽ മതി. ഇന്ന് പള്ളിയിലൊന്നും പോയില്ല കേട്ടോ. രാവിലെ ചിപ്പിക്ക് ജോലിക്ക് പോകണമായിരുന്നു. ചിപ്പിയൊക്കെ കൊണ്ടുവിട്ടിട്ട് മുത്തിങ്ങോട്ട് വന്നു. നമുക്കും അങ്ങോട്ടൊന്ന് ഇറങ്ങണം, കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചേ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ സാറ് വരുന്നുണ്ടെന്ന്. നമ്മുടെ ഹൗസ് ഓണർ ഉത്സവത്തിനും വിശേഷ ദിവസങ്ങളും ഒക്കെ ഉള്ളപ്പോൾ സാറ് വരാറുണ്ട്. ഇവിടെ എല്ലാം സാറിൻ്റെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെയാണ്. ഫുഡൊക്കെ സാറ് വരുമ്പോഴൊക്കെ അവിടെ നിന്നൊക്കെയാണ്. ഇന്നിപ്പോൾ രാവിലെ സാറ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ചപ്പാത്തി കഴിക്കാമെന്ന്. അപ്പോൾ ചായയും കൂടെ ഒക്കെ ഇട്ട് സാറിന് കൊടുത്തു. അപ്പോൾ സാറ് പറഞ്ഞു നമുക്കൊരു ചക്ക ഇടാമെന്ന്. അപ്പോൾ ചക്ക ഇടാൻ ഇറങ്ങിയിട്ടുണ്ടേ. ക്യാമറക്കാരെ എത്ര പേരാന്ന്? യോ അങ്ങനെ എല്ലാ പാത്രം കഴിഞ്ഞ് വരുമ്പോഴല്ലോ എല്ലാം മേലായിരുന്നു. ഞാൻ ചവിട്ടി അത് പറയുന്നത് ഞാൻ വീട്ടിൽ ചെയ്തില്ലേലും വേറെ എവിടെയെങ്കിലും ചെയ്ത് കൊടുക്കത്തില്ല. അത് പണ്ടുള്ളവര് പറയും പെറ്റതള്ളയ്ക്ക് തവിട് ഇടിക്കുമ്പോ നോവും, കണ്ടവന്റെ അമ്മയ്ക്ക് ഇരുമ്പ് ഇടിക്കുമ്പോ വേദനയില്ല അല്ലേ? എനിക്ക് മോളെ അങ്ങനെ പറയത്തില്ല. മനസ്സിലായോ?
ഇന്നലെ പറഞ്ഞു കേട്ടില്ലേ, എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു. അതുപോലെ അവിടെ ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ എനിക്ക് ചേച്ചിയുടെ കറികൾ ഇഷ്ടം. അതെല്ലാവർക്കും അങ്ങനെ. എന്തുവാ എന്റെ അടുക്കള കയറി എന്റെ ബ്രൂ കോഫി, പഞ്ചസാര, തക്കാളി ഇതൊക്കെ വെട്ടി കണ്ടിച്ച് മുഖത്ത് തേച്ച് ചിരിക്കുവാ. അയ്യോ, ചക്ക റെഡിയായി. ഷോമിനി ചക്ക കുഴയ്ക്കുന്ന പരിപാടിയിൽ. മീൻ വറക്കാൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. ഇമ്മിണി മീൻകറി ഉണ്ട്. നമ്മൾ രാത്രി മീൻകറി വെച്ചായിരുന്നല്ലോ. ആ ചക്കയ്ക്ക് ഇച്ചിരി വെള്ളം കാണും. കൂഴച്ചക്ക ആയിരിക്കും. രണ്ടാമത് വില്ലടിക്കും. അതടിച്ച് അങ്ങോട്ട് കഴിഞ്ഞ് പ്ലാവ്, മാവ്, പുളി ഇതെല്ലാം അടപടലം വന്നപ്പോ തൊട്ട്. ഇന്നലെ ചീമപ്പുളി പറിച്ചു, അച്ചാറിട്ടു. രാവിലെ ചക്ക ഇട്ട് വേവിച്ചു. ഇപ്പൊ തന്നെ മാങ്ങ കൂടി വെച്ചേക്കും. പുളി കഴിക്കും. എന്നാ ഇന്നാ ജ്യൂസ് അടിക്കും. പിന്നെ ഓമയ്ക്ക ജ്യൂസ് അടിക്കണോ മമ്മി? മാങ്ങ ജ്യൂസ് അടിക്കണോ? ജ്യൂസ് അടിക്കുന്ന ജ്യൂസ് അടിക്കും. നമ്മള് രാവിലത്തേടെ ഒക്കെ കഴിഞ്ഞ് ചക്കപ്പുറക്കലും ഒക്കെ കഴിഞ്ഞ് ഞാനും മുത്തും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. കുളിച്ചു. ഞങ്ങളെ നോക്കിയിരുന്ന് മാമിയും കൊച്ചോളും ക്ഷീണിച്ച് വിശന്ന് വള്ളി കീറി. അവര് കഴിച്ചു. ഞങ്ങള് കഴിക്കാൻ പോകും. ഓനുകുട്ടനും ഞങ്ങളെ നോക്കിയിരിക്കുവായിരുന്നു. കഴിക്കട്ടെ. ആദ്യത്തെ ബില്ല്, രണ്ടാമത്തെ ബില്ല് അടിച്ചു കഴിഞ്ഞാൽ ചക്ക ഉണ്ടായിരുന്നു. Anyways, we're going to go get ourselves a truck. Oh, it's a pickup truck. This is a real big pickup. I think it's not a pickup. I think it's a Toyota. It's a little slow. But I'm struggling to gain control. ഞാന് എന്താ പറഞ്ഞു? ഒരുപാട് മാറ്റം. മാറ്റമുണ്ട്. എനിക്ക് വേണ്ട. ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് സാറിൻ്റെ ചേച്ചിയും കൂടെ വന്നായിരുന്നേ. അപ്പോൾ അവർക്ക് കഴിക്കാൻ ഞങ്ങൾ ചക്ക വിളമ്പിയത്. മീനൊന്നും പിന്നെ കൂട്ടിയില്ല. അമ്പലത്തിലൊക്കെ പോകേണ്ടതായതുകൊണ്ട് മീനൊക്കെ മാറ്റിയിട്ട് അവർ രണ്ടുപേരുടെ ചക്ക മോരേറി അച്ചാറും ഒക്കെ കഴിച്ച്. ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞല്ലോ. കുക്കു ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഇന്ന് അടവിയൊക്കെ ഉണ്ട്. ഇന്ന് തന്നെ രാത്രി പോകണമെന്നാണ്. കുഞ്ഞോ കഴിച്ചോ, എളുപ്പം കഴിച്ചോ. ഞാനും കാലം കോലം കൊണ്ടുപോയി അപ്പുറത്ത്. അത് കാണും. 100 രൂപയല്ലേ അടിച്ചാൽ കൊണ്ടുണ്ട് അതിനകത്തുണ്ട്. ആദ്യം ഇറങ്ങി
ഞങ്ങള് കണ്ടിട്ടിങ്ങ് പോരും. നോക്കാം, എനിക്ക് അവിടെ നിൽക്കാനും ഒന്നും വയ്യ. എനിക്ക് ഒട്ടും വയ്യ പൊന്നുവനെ, മുട്ടും കൊണ്ട് ഒരു തരത്തിൽ. ഞാൻ ചക്ക ഇച്ചിരി കൊടുക്കാമെന്നും പറഞ്ഞ് മാമിയും കുക്കുനെയും വിളിച്ചായിരുന്നു കേട്ടോ. അവരത് എടുക്കാൻ വന്നതാ. എന്നിട്ട് അവർ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് പോയി. അപ്പം ചിപ്പിക്ക് ഇങ്ങോട്ട് വരാൻ ബസ്സില്ല, അതിന് വിളിക്കാൻ പോയതാ മുത്തേ. അതിൻ്റെ ഇടയ്ക്ക് കൊച്ചോള് ലൈവൊക്കെ പോകുന്നുണ്ട്. ഞാൻ പിന്നെ അവർ പോയപ്പോഴത്തേക്ക് കുറച്ച് നേരം മാറിക്കിടന്ന്, എനിക്ക് ഒട്ടും വയ്യായിരുന്നു. താങ്ക് യു. തോർത്തെടുത്തോണ്ട് കൂടെ, തല തോർത്തട്ടെ. രണ്ടുപേരും ഇവിടെ മേക്കപ്പിന് കയറിയിട്ടുണ്ട്. എൻ്റെ വളയും കമ്മലും ഒക്കെ കൊണ്ടുപോവാ പ്രിയങ്ങളെ. എനിക്കറിയത്തില്ല എന്തൊക്കെ വാരി കൊണ്ടുപോവാ. അമ്പലത്തിൽ ഉത്സവത്തിന് പോവാ. ഇന്ന് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പ്രോഗ്രാമാണ്. പെരുമഴയായിരുന്നു. അവരുടെ റൂൾസൊക്കെ അറിയാമല്ലോ, അപ്പോൾ അധികം നമുക്ക് നിൽക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. നോക്കട്ടെ, തിരക്കായിരിക്കും. അല്ല, ആണ് നല്ല തിരക്കാ. ആ ഇത് കൊണ്ടുപോകുന്നതാണോ? അല്ല, അതിനകത്ത് പൈസ ഇരിപ്പുണ്ട്. കൊണ്ടുപോകുന്നതല്ല. പൈസ ഉണ്ടോ? ആ, സ്തോത്രകാഴ്ചക്കുള്ള പൈസ ഉണ്ട് പള്ളി കൊണ്ടുപോകുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട. അല്ല, ജീവിതത്തിൽ ആദ്യമായിട്ടല്ല കേട്ടോ, ഇട്ടായിരുന്നു. എങ്ങനെയുണ്ട്? ഇത് ഇടാൻ കാരണം ഞാന് ഇവളുമാര് രണ്ടും കൂടാ കാരണം. ഇതാരാ ഇത്? അമ്മയ്ക്ക് വേണ്ട ലിപ്സ്റ്റിക്ക്. വെള്ളൂരപ്പണി. അപ്പൊ ഓക്കെ, പോയിട്ട് വരാം. ഈ വർഷത്തെ പഴയരി മഹോത്സവത്തോടനുബന്ധിച്ച് ഇത്രയും മനോഹരമായ ഒരു വേദി ക്ഷേത്ര സംഘാടക സമിതി
ഞാൻ ഈ അമ്പലത്തിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ഞങ്ങൾ ഒരിക്കലും എത്തപ്പെടാൻ ഒരു സാധ്യതയില്ലാത്തൊരു സ്ഥലമായിരുന്നു ഇത് കേട്ടോ. ഞങ്ങളിവിടേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്നത് മാമിയാണ്. ഇത് മാമിയുടെ വീടാണ്, കടമനിട്ട എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ, അതായത് കുക്കുൻ്റെ അമ്മയുടെ. മാമിയെ മാമൻ കല്യാണം കഴിക്കുമ്പോൾ ഞാനൊരു 4ാം ക്ലാസ്സിലും ആങ്ങള 3ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയമാണ്. പിന്നെ മാമി ഞങ്ങളെ ഇവിടെ പടയണിക്കും ഉത്സവത്തിനുമൊക്കെ കൊണ്ടുവരുവേ. അങ്ങനെയാണ് ഞങ്ങൾ കടമനിട്ടയെന്നും പടയണിയെന്നും ഒക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതും കാണുന്നതും ഒക്കെ. ഇതൊക്കെ പാളയിൽ തീർത്ത കോലങ്ങളാണ്. ഇത് തലയിൽ ഏന്തിയാണ് കോലം തുള്ളുന്നത്. ഇതിലൊക്കെ ഒരുപാട് ആചാര പെരുമയുണ്ട്, ഒരുപാട് പടയണി കലാകാരന്മാരുടെ കഴിവുണ്ട്, അവരുടെ കഷ്ടപ്പാടുണ്ട്, വ്രതാനുഷ്ഠാനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് നമ്മളിപ്പോൾ ആസ്വദിക്കുന്നത്. അപ്പോൾ വല്ലപ്പോഴും വിരുന്ന് വന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ സ്ഥിരതാമസത്തിനെത്തുമെന്നും വീട് വാങ്ങുമെന്നും ഈ ഒരു മണ്ണുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുമെന്നും ഒന്നും നമ്മൾ സ്വപ്നേപി വിചാരിച്ചിരുന്നതല്ല പ്രിയങ്ങളെ. അതൊക്കെ ഒരു വലിയ യാദൃച്ഛികതയായിരുന്നു. ഇന്നിപ്പോൾ സാറിൻ്റെ പെങ്ങൾ വന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ അമ്മ എന്നെ 17 വർഷം കൊണ്ട് അറിയാവുന്നതാണ് കേട്ടോ. അതെങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, അവിടുത്തെ മോന് ഫാർമസി ഉണ്ട്. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ഫാർമസിയും അതും അടുത്തടുത്തായിരുന്നു കേട്ടോ. അങ്ങനെയുള്ളപ്പോഴാണ് ഞാൻ അവിടെ ജോലിക്ക് കയറുന്നത്. അതിനുശേഷം ഒരു 10 വർഷമായിട്ടുള്ളൂ നമ്മുടെ ഫാർമസി ഇങ്ങോട്ട് മാറിയിട്ട്. അപ്പോൾ ഈ ഒരു 10-17 വർഷമായിട്ട് നമ്മൾ അങ്ങനെയുള്ള അടുപ്പത്തിലുള്ളവരാണ്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ എന്നോട് പറയുമായിരുന്നു, നമ്മൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ലല്ലോ ഈ കാര്യങ്ങളൊന്നും വന്ന്. ഞാൻ ഈ ഒരു കുടുംബ വീട്ടിലേക്ക് വാടകയ്ക്ക് വന്ന് താമസിക്കുമെന്നൊന്നും നമ്മൾ അങ്ങനെ ഒരു ചിന്തയെ മനസ്സിൽ വരുന്നില്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, വെളിയിലെങ്ങാനും വെച്ച് കണ്ടാൽ എനിക്ക് മനസ്സിലാവത്തില്ല, അത്രയും മാറ്റം വന്ന് മുടിയൊക്കെ പോയി വണ്ണം വെച്ചു എന്ന്. അതൊരു പരമാർത്ഥമാണ്. അന്നത്തെ ആളെ അല്ല, മൊത്തത്തിൽ മാറി. എല്ലാം യാദൃച്ഛികതകളാണ്, ഇവിടെ എത്തപ്പെട്ടതുൾപ്പെടെ. എനിക്ക് ഇനിയും ചോദ്യം. അതിൻ്റെ ഒരു ഭാഗം പിന്നെ ഇത് കേട്ടത് ഞങ്ങൾ പോയി, ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല. പരിപാടിയൊക്കെ കണ്ട് തിരിച്ചു വന്നതേ ഉള്ളൂ. പിന്നെ അങ്ങോട്ടും നടന്നു ഇങ്ങോട്ടും നടന്നു. ഇനിയിപ്പം വല്ലതും കഴിക്കുക, കിടക്കുക. മോനുകുട്ടന് അത്ര ഇഷ്ടപ്പെട്ടില്ല. മോനുകുട്ടന് വിശക്കുന്നു, ഉറക്കം വരുന്നു, ആകെ പടഞ്ഞളവായിരുന്നു. ഇനിയിപ്പോൾ പടയണി തുടങ്ങുന്നത് 11 മണിക്കാണ്. അപ്പം ഇന്ന് പടയണി കാണാൻ ഇരുന്നില്ല. പ്രധാനപ്പെട്ട പടയണി എന്ന് പറയുന്നത് 8ാമത്തെ ദിവസം. അപ്പം അന്ന് പടയണി കാണാൻ പോകണം എന്നാഗ്രഹിക്കുന്നു. 11 മണിക്കാണ് പോലെ ഇറങ്ങി വന്ന് ആ പരിപാടിയൊക്കെ തുടങ്ങുന്നത്. ഇന്നിപ്പം ഞങ്ങളിങ്ങി പോരുന്നു. ഇത്ര നേരം അതൊക്കെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരുന്നു. മമ്മി വരെയെങ്കിലും അതൊന്നും കുഴപ്പമില്ല. അപ്പം നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. നാളെ ജോലിക്ക് പോകണം. കുറേ കാര്യങ്ങളുണ്ട്. അപ്പം എന്നെ അവധി എടുപ്പിക്കണമെന്നൊക്കെ പലരും വിചാരിച്ചായിരുന്നു. പക്ഷേ എനിക്ക് അവധി എടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെതായിട്ടുള്ള മുഷിച്ചിലൊക്കെ ഉണ്ട്, ഒരു മുഖമൊക്കെ വീർത്തിരിക്കുന്നുണ്ട്. എന്നാലും സാരമില്ല. അപ്പം നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.